ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ എന്ന ആരോപണം ശക്തമാക്കാൻ UDF. RMPയെ ഇല്ലാതാക്കാനുള്ള ശ്രമം UDF പ്രതിരോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. RMP നേതാവ് KS ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തെറ്റാണെന്ന് UDFും RMPയും ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന നിർദ്ദേശം ഹരിഹരൻ അംഗീകരിക്കുകയും ചെയ്തു. തെറ്റ് ബോധ്യപ്പെട്ട് മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹമാണെന്ന് സതീശൻ കൂട്ടിച്ചേർത്തു. മാപ്പ് പറയലിൽ തീരില്ല എന്ന CPM ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവന അക്രമത്തിനുള്ള ആഹ്വാനമാണ്. അതുകൊണ്ട് തന്നെ ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. തെങ്ങിൻ പൂക്കുല പോലെ TP ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് പറയുകയും പിന്നീട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പാർട്ടിയാണ് CPM. അതേ മാതൃകയിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ CPM ഇനിയും ശ്രമിക്കേണ്ട. RMPയുടെ ഉദയത്തോടെ വടകരയിൽ CPMന്റെ അന്ത്യത്തിന് തുടക്കമായിരുന്നു. അതുകൊണ്ട് TPയെ പോലെ RMPയെയും ഇല്ലാതാക്കാനാണ് CPM ശ്രമിക്കുന്നത്. അത്തരം നീക്കങ്ങളെ എന്ത് വില കൊടുത്തും UDF പ്രതിരോധിക്കും, സതീശൻ പറഞ്ഞു. ഹരിഹരന്റെ വീട്ടിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ തേഞ്ഞിപ്പാലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെയാണ് കേസ്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പടക്കം പൊട്ടിച്ചതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഒലിപ്രം കടവ് വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. CPMകാരാണ് അക്രമം നടത്തിയത് എന്നാണ് പോലീസ് FIR. വീട്ടിലുള്ളവരെ അപായപ്പെടുത്താനായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നു. സ്ഫോടനാവശിഷ്ടങ്ങളും ബൈക്കിലെത്തിയവർ കൊണ്ടുപോയിരുന്നു. സ്ഫോടക വസ്തു ഏതെന്ന് തിരിച്ചറിയാതിരിക്കാനാണ് ഇത് എന്നാണ് വിലയിരുത്തൽ. KK ശൈലജയ്ക്കെതിരെ ഹരിഹരൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. KS ഹരിഹരനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വടകര പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മഹിളാ അസോസിയേഷൻ നേതാവ് പുഷ്പന്ത നൽകിയ പരാതിയിലാണ് കേസ്. വടകരയിൽ CPIM വർഗീയതയ്ക്കെതിരെ UDF RMP സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഹരിഹരന്റെ പരാമർശം. ഇതിന് പിന്നാലെയാണ് കേസും ആക്രമണങ്ങളും നടന്നത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നികിതാസിനെതിരെയും ഹരിഹരൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്നലെ രാത്രി 8:15ഓടെയാണ് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ഗേറ്റിന് നേരെയാണ് മാരക ശബ്ദമുള്ള സ്ഫോടക വസ്തു എറിഞ്ഞത്. സ്കൂട്ടറിലെത്തിയ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് വിവരം. കണ്ണൂർ മോഡൽ ഇടപെടലാണ് ഹരിഹരന്റെ വീട്ടിലുണ്ടായതെന്നാണ് RMPയുടെ ആരോപണം. CPM നേതൃത്വത്തെയും RMP ആക്രമണത്തിൽ കുറ്റപ്പെടുത്തുന്നു.